സത്യം എനിക്ക് എന്റെ പ്രണയം ഇങ്ങനെ അല്ലല്ല എനിക്ക് പ്രണയം ഉണ്ടോ പിന്നെ എന്നോടുള്ള പ്രണയം അത് വേറെ അത് ഞാൻ പറയാൻ പുറത്ത് പറയാൻ കൊള്ളില്ല. ഞാൻ ഞെട്ടിക്കുന്നില്ല പ്ലീസ്, അങ്ങനെയൊന്നും പറഞ്ഞു. ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു. ചിലപ്പോൾ എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം എന്നെ ഇതിനകത്ത് ആഷിക വിളിച്ചു. ഞാൻ എൻ്റെ സത്യം പറയാം, എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി ഈ പ്രണയരംഗം. എനിക്ക് അറിയാൻ കേട്ടോ സത്യം. എനിക്ക് എന്റെ പ്രണയം ഇങ്ങനെ അല്ലല്ല എനിക്ക് പ്രണയം ഉണ്ടോ പിന്നെ എന്നോടുള്ള പ്രണയം അത് വേറെ അത് ഞാൻ പറയാൻ പുറത്ത് പറയാൻ കൊള്ളില്ല. നേരത്തെ സൂരജിന്റെ കാര്യം പറഞ്ഞ പിന്നെ അപ്പൊ എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. എന്നെ ആദ്യം കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആഷിക പോവാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ എന്തൊരു വലിയ കാമുകനാണ്. കണ്ട പ്രേക്ഷകർ പറഞ്ഞത് ലാല്, ശ്വേത, ആസിഫ് അലി അവരുടെ പ്രണയമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പ്രണയം എൻ്റെ കാമുകയെ കാണിക്കുന്നതുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നത് ആ ഡയറക്ടറുടെ മിടുക്കാണ്, എൻ്റെ മിടുക്കല്ല. അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കൊണ്ടിരുന്ന ഇവിടുത്തെ ഡയറക്ടേഴ്സാണ്, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ്, ഇവിടുത്തെ പ്രേക്ഷകരാണ്. അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആകില്ല സിനിമ. തൽക്കാലം ഒരു ചില കാര്യങ്ങൾ നടക്കുമായിരിക്കും. ഒന്ന് കൈ പൊക്കുക. ആദ്യമായിട്ട് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. ഈ സുരഭി ചേച്ചിയൊക്കെയാണോ ഈ ധൈര്യം തന്നോണ്ടിരുന്നത്? ആക്ച്വലി പേടി കൊണ്ടുവന്നത് ഈ സൈഡിലാണ്. ധൈര്യം തന്നത് എല്ലാവരും, സുരഭി ചേച്ചി നന്നായിട്ട് തന്നെ എല്ലാവരും തന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഇവിടെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ലൈക്ക് എവ്രിവൺസ് ലൈക്ക് ഫാമിലി, എവ്രിവൺസ് ജോക്കിംഗ് ആൻഡ് ഹാവിങ് എ ഗുഡ് ടൈം. ആൻഡ് നമ്മൾ ഇത്ര എക്സ്പീരിയൻസ് ആയ ആക്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല, ഹൗ വുഡ് ഇറ്റ് ഗോ, ഹൗ വുഡ് ദേ ബി. ബട്ട് ഇൻസ്റ്റന്റ്ലി അവരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും, എവ്രിവൺ വാസ് സോ നൈസ് ആൻഡ് സോ വാർം ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. സോ